ഹലോ ഫ്രണ്ട്സ്, ഇത് എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയണ്ടാവല്ലോ അല്ലേ? ഇത് നമ്മുടെ അംഗൻവാടിയിൽ നിന്ന് കിട്ടുന്ന അമൃതം പൊടിയാണ് കേട്ടോ. നമുക്ക് ഈ അമൃതം പൊടി കൊണ്ട് ഒരു ഉണ്ണിയപ്പം ഉണ്ടാക്കിയാലോ? ഞങ്ങളുടെ ഇവിടുത്തെ പൊടിയെടുക്കണ നാഴിയെന്ന് വെച്ചാൽ അത് മിൽക്ക് മെയ്ഡിൻ്റെ ടിന്നാണ് കേട്ടോ. അപ്പോൾ അതിൽ ഒരു 1.5 നാഴി പൊടിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അതിലേക്ക് ആവശ്യത്തിന് റവ ചേർത്ത് കൊടുക്കണം. കുറേയൊന്നും ചേർക്കേണ്ട, ആവശ്യത്തിന് മാത്രം മതി. പിന്നെ നമ്മൾ അതിലേക്ക് ചേർക്കുന്നത് മൈദയാണ് കേട്ടോ. മൈദ അതുപോലെ തന്നെ നമ്മൾ അധികമൊന്നും ചേർക്കുന്നില്ല, അതും പാകത്തിന് തന്നെ ചേർക്കുന്നുള്ളൂ. പിന്നെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. മിക്സ് ചെയ്ത ശേഷം നമ്മൾ നേരത്തെ കുറച്ച് ശർക്കര പാനിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ അത് നമ്മൾ അരിച്ച് ഒഴിക്കുന്നുണ്ട്. മധുരത്തിനനുസരിച്ചിട്ട് നമ്മൾ ശർക്കര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ പൊടിയിൽ നല്ല മധുരം ഉണ്ടാവും കേട്ടോ. നമ്മൾ തീരെ പഞ്ചസാര അതിനകത്ത് ഉപയോഗിച്ചിട്ടില്ല, ശർക്കര തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നമുക്ക് പിന്നെ കുറച്ച് ഏലക്ക പൊടിച്ചിട്ടോ അല്ലെങ്കിൽ ചതച്ചിട്ടോ അതിനകത്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാൻ എൻ്റെ വീഡിയോ എടുക്കാൻ വിട്ടുപോയിട്ടാണ്, ഞങ്ങളത് ചേർത്തിട്ടുണ്ട്. ഈ ഒരു പാകത്തിനാകുമ്പോഴത്തേക്കും നമുക്കിത് അടച്ച് മാറ്റി വയ്ക്കാം. എന്നിട്ടൊരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ഉണ്ടാക്കാനെടുക്കാം. അപ്പോഴത്തേക്കും നമുക്കിത് ആ തേങ്ങ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, ഇത് ഒന്ന് വറുത്തെടുക്കാം. നമ്മൾ ആദ്യമേ ചീനച്ചട്ടിയിലേക്ക് നെയ്യ് ഒഴിച്ച് കൊടുക്കാം. ആവശ്യത്തിന് നെയ്യ് ഒഴിച്ച് കൊടുത്ത ശേഷം നമുക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ആ തേങ്ങ ഇട്ട് കൊടുക്കാം. തേങ്ങ നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. അതായത് ഈ ഒരു ഗോൾഡൻ കളറ് ആകുമ്പോഴത്തേക്കും നമുക്ക് അത് മാറ്റി വയ്ക്കാം. എന്നിട്ട് നമ്മൾ നേരത്തെ മൂടി വെച്ച ബാറ്ററില്ലേ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. അപ്പോൾ നമ്മൾ നേരത്തെ എടുത്ത് വെച്ച ആ ഒരു പാകമാകുമല്ലോ, കുറച്ചും കൂടി കട്ടിയാകും ഈ ബാറ്റർ. പിന്നെ നമ്മൾ വെള്ളം ഒഴിച്ച് ഇതുപോലെ പാകമാക്കി എടുക്കണം. എന്നിട്ട് നമ്മൾ ഉണ്ണിയപ്പത്തിൻ്റെ ചട്ടി വെച്ചിട്ടുണ്ട്. നമ്മളിവിടെ ഓയിലാണ് കേട്ടോ യൂസ് ചെയ്യണത്. ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഓയിൽ നല്ല ചൂടാകുമ്പോഴത്തേക്കും നമ്മുടെ ബാറ്റർ അതിനകത്തേക്ക് ഒഴിച്ച് കൊടുക്കാം. നമ്മളത് ഉണ്ണിയപ്പം ഇവിടെ സെറ്റായിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് ഉണ്ണിയപ്പം മറിച്ചിട്ട് കൊടുക്കാം. ഒരു ഭാഗം അതിൻ്റെ വെന്തിട്ടുണ്ട്. അധിക നേരം വെച്ച് കഴിഞ്ഞാൽ ഇത് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അത് കാരണം പെട്ടെന്ന് തന്നെ നമ്മൾ മറിച്ചിട്ട് കൊടുക്കണം. അപ്പോൾ നമ്മുടെ ഉണ്ണിയപ്പം, അതായത് അമൃതം പൊടി കൊണ്ടുള്ള ഉണ്ണിയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റാണ്, നല്ല മധുരമുണ്ട്, നല്ല ടേസ്റ്റും ഉണ്ട്. നമ്മൾ പഞ്ചസാരയൊന്നും ചേർക്കാതെ ശർക്കര മാത്രമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.